അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അവന്റെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്താണ് ഉപയോഗം? നിന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. നിന്റെ പെങ്ങൾ എന്ന് പറയുമ്പോ എന്റെ പെങ്ങളാണ്. ആണ്. അവക്കൊരു ചെറുക്കനെ കണ്ടെത്തി കൊടുക്കുമ്പോ അവന്റെ സ്വഭാവം കറക്റ്റ് അറിയണമെങ്കിൽ നമ്മള് അവനായിട്ട് ഇണ ചേർന്ന് ചെന്ന് കയറണം. അവൻ പോലും അറിയാതെ അവനെ പറ്റി അറിയണം. നമ്മള് അവനെ അറിഞ്ഞൂടാ ചെന്ന് അവന്റെ ഇടയിൽ ചെന്ന് കയറുകയാണെങ്കിൽ അവന്റെ കവട്ട സ്വഭാവം എല്ലാം പുറത്തെടുക്കും. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്ത, പെങ്ങളാണ് അത് അവനാണ്? എടാ എന്റെ പെങ്ങ കാണ്ട എത്തി ഇളക്കം കൂടുതൽ, അതുകൊണ്ടല്ലേ ഈ വലിയ വീട്ടിൽ കയറി കൊത്തിയത്. കൊത്താന്ന കോഴിയാ? കോഴിയാ? അതല്ലേ ഇത്രയും വലിയ വീട്ടിൽ കയറി കൊത്തി കളഞ്ഞ പുതിയ വൈമാർ അപ്പോഴേ കിളി കളയുന്നവള്. നിന്റെ പെങ്ങള് എന്റെ അനിയ വിനായകേ. ഒരു മിനിറ്റ് വിളിക്കല്ലേ? എന്തെന്താ തോന്നുന്നു? പുല്ല് അവൾ ഡേർട്ടി ആണെന്ന് അറിയിക്കണ്ടേ? പശുവാടാ നീ, തുപ്പിക്കളടാ. വിളിയടാ. വിനായകില്ലേ? വിളിച്ചിരുന്നാടാ, സ്ക്രിപ്റ്റാ. വിളിച്ചപ്പോ ഓടിയും കൊന്ന്. ആരാ മനസ്സിലായില്ല? എടാ അനിയ, നീ സ്ഥിരം ഉപയോഗിച്ചോണ്ടിരുന്ന സാധനം ഇല്ലേ? ഇനി ഞങ്ങളാ ഡീൽ ചെയ്യുന്നേ. കാപ്പിപ്പൊടിയാണോ ഏട്ടാ? പാവം പയ്യനല്ലേ? എന്തോന്ന് പാവം, കാപ്പിപ്പൊടിയിലും ലഹരിയുണ്ട്. കാപ്പിക്കകത്തിട്ടാണ് അടിക്കുന്നപ്പോ. അല്ല നിങ്ങളാരേട്ടാ മനസ്സിലായില്ല? നിന്റെ പെങ്ങളെ കെട്ടാൻ പോണ അളിയൻ. അത് മനപ്പുറം പറഞ്ഞില്ലട്ടാ, അത് ഭയന്നൊന്നും പോയതാ. ഡാ കൊച്ചിന്ന് സാധനം നേരിട്ട് ഇറങ്ങി കൊടുക്കും. കൊറിയർ സങ്കേതം വല്ലതും ആണോ ഏട്ടാ? ഇവൻ ഭയങ്കര ഡീസന്റ്. ഡാ മോനെ, നിനക്ക് കഞ്ചാവ് തരാനാണ് നമ്മള് വന്നത്. നിനക്ക് ഫ്രീ ആണ് കഞ്ചാവ്, വേണോ? അയ്യോ ചേട്ടാ, നിങ്ങൾക്ക് വീട് മാറിയതോ? ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. എടാ ഭയങ്കര ഡീസന്റ് പയ്യൻ കേട്ടാ. എന്തോന്ന് ഡീസന്റ്? ചിലപ്പോ ഇതിൽ കൂടിയ സാധനമൊക്കെ പഠിക്കുന്ന. ഡാ മോനെ, മറ്റേ ഇല്ല ഓയിലൊക്കെ നമ്മളെ ഇരിപ്പുണ്ട്. കാച്ചിയ വെളിച്ചെണ്ണ വല്ലതും ആണോ ഏട്ടാ? കൊള്ളാലോടാ. നീ സിഗരറ്റ് വലിക്കോടാ? ഞാൻ വലിക്കാറില്ല ഏട്ടാ. ഓ, അപ്പൊ നീ നല്ല തറവാട്ടി കയറി നല്ല പെൺപിള്ളേരെ നീ കയറി വലിപ്പിക്കല്ലടാ? ആ പരിപാടി ഉണ്ട് നിനക്ക്. നല്ല ഉശിരുള്ള ആണുങ്ങളുള്ള വീട്ടില്. ചേട്ടാ നിങ്ങൾ വന്ന കാര്യം എന്തെന്ന് വെച്ചാ പറ. നമ്മളത് നിനക്ക് സംബന്ധം ആലോചിക്കാൻ. മോനെ, നീ ഏരിയയിലെ മെയിൻ കഞ്ചാവാണെന്ന് നമുക്കറിയാം. ചേട്ടാ നിങ്ങൾ എന്തൊക്കെയായിട്ട് ഈ പറയുന്നത്? നീ ഏരിയയിലെ ഫുള്ള് റൂം ബുക്ക് ചെയ്തിട്ടേക്ക് നമ്മൾ അറിഞ്ഞല്ല. ആരാടാ കൊണ്ട് കയറുന്ന അവിടെ? നീ ഇങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. എനിക്ക് കല്യാണ പ്രായമായിട്ട് നിക്കുന്നതാണ്. ഞാൻ ജീവന് തുല്യ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് ഏട്ടാ. അവൾ ഇതുവല്ലോ അറിഞ്ഞോണ്ടല്ല വേറെ നല്ല പയ്യന്റെ കൂടെ പോവും. മോനെ, വിക്കിപീഡിയയിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ സായിപ്പും മദാമയും കൂടെ ജെട്ടിയിട്ടോണ്ട് ഓടുന്ന വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത്. അതെങ്ങനെ വന്നു? അത്രയ്ക്ക് റോങ് ആണ് നീ. എന്റെ പൊന്നേട്ടാ ഇങ്ങനൊന്നും പറയല്ലേ. എനിക്ക് ദൈവശാപം വല്ലതും കിട്ടും ചേട്ടാ. എനിക്ക് ഇപ്പൊ അമ്പലത്തിൽ പോണം. അമ്പലത്തിലൊക്കെ പോണ പയ്യൻറാ. വലിയ പ്രസാദം തന്നെ ചോറുണ്ണാനൊക്കെ പോണായിരിക്കും. ഉണ്ടായിരുന്നു നീ. മോനെ, നീ ഡാർക്ക് വെബി ഇല്ലേ? അതെന്താ ഏട്ടാ, ഞാൻ ഈ കറുത്ത ടീഷർട്ട് ഇട്ടോണ്ടാണോ എന്നെ ദുഷ്ടന്മാരെ പിടിക്കാൻ വരുന്നേ? അമ്മേ, പയ്യൻ കൊള്ളാൻ കേട്ട. അമ്പലം വീട് അമ്മ, അമ്പലം വീട് അമ്മ, ഇതാണ് ജീവിതം. സൂപ്പർ പയ്യൻ, സത്യം സൂപ്പർ പയ്യൻ. എനിക്കൊരു പെങ്ങളുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നു. നല്ല പയ്യൻ. ആ ചെറുക്ക് അതുപോലെ ലാസ്റ്റ് വിളിച്ചോണ്ട് ഓടി ഓട്ടം. ദുഷ്ടന്മാര് വരുന്നു. ദുഷ്ടന്മാരുടെ സത്യം.